ദാസൻ പാസ്റ്റർ ജേക്കബ് മാത്യുവും ഇവിടെ ആയിരിക്കുന്നതായ കർത്താവിന്റെ ദാസന്മാര് ദാസിമാര് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് ഈ അവസരത്തിൽ വായിപ്പാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. For I want you to know how great a struggle I have on your behalf, and for those who are at Laodicea, and for all those who have not personally seen my face, that their hearts may be encouraged, having been knit together in love, and attaining to all the wealth that comes from the full assurance of understanding, resulting in a true knowledge of God's mystery, that is, Christ Himself, in whom are hidden all the treasures of wisdom and knowledge. I say this so that no one will delude you with persuasive argument. For even though I am absent in body, nevertheless I am with you in spirit, rejoicing to see your good discipline and the stability of your faith in Christ. Therefore, as you have received Christ Jesus the Lord, so walk ye in Him, having been firmly rooted and now being built up in Him and established in your faith, just as you were instructed, and overflowing with gratitude. So, see to it that no one takes you captive through philosophy and empty deception according to the tradition of men, according to the elementary principles of the world, rather than according to Christ. I will read that also in Malayalam. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെ യുക്തമായിട്ട് ഇരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കും. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തി അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പി തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കുകയും അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. ഈ ഒരു വലിയ പാസേജ് നമുക്ക് ഇന്ന് പകൽക്കാലം ഡിസ്കസ് ചെയ്യുവാൻ തക്കമുള്ളതായിരിക്കുന്ന സമയം നമ്മുടെ മുമ്പിലില്ല, ഐ നോ. പക്ഷെ ഞാൻ കർത്താവിന്റെ ദാസൻ സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ സെഷനിൽ നാം കേട്ടതുപോലെ നോയിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിലേക്ക് മാത്രമാണ് ഞാൻ കിടക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. ഐ ആം ഗോയിങ് ടു സ്പീക്ക് ഓൺലി അബൌട്ട് ദ ഫാക്ട് ദാറ്റ് നോയിങ് ക്രൈസ്റ്റ്. Knowing Christ is not knowing about Christ. യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതല്ല യേശുവിനെ അറിയുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ളതായിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു അറിവല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന. ആ 2 ലൈനിലേക്കും ഞാൻ കടക്കത്തില്ല. പകരം what I am deciding at this time that knowing Christ, what does that mean? ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ നിന്നും നമുക്ക് ഗ്രഹിപ്പാൻ തക്കവണ്ണം കഴിയേണ്ടതിന് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. പൗലോസ് പറയുന്നതായിരിക്കുന്ന കാര്യം, Paul says that he has a great struggle. That is the way it starts in verse 1. For I want you to know how a great struggle I have on your behalf and for those who are at Laodicea, and for all those who have not personally seen my face, that their hearts may be encouraged, having been knit together in love, and attaining to all the wealth that come from the full assurance of understanding, resulting in a true knowledge of God's mystery, that is Christ Himself.
By reading that sentence itself, we can understand what is actually knowing Christ means. Not any of the other things that are attached to it, or any of the strings that are attached to Christ is not what we are being talking here, but rather knowing Christ. ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുക, അതിന്റെ അർത്ഥം എന്താണ് എന്നാണ് നാം ഇവിടെ அதை വായിക്കുന്നത്. So Paul is now coming up and saying that I want you to know it, and he really wanted the people in Colossae and also Laodicea to know what it is. ദൈവത്തിന്റെ വചനപ്രകാരം ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന്റെ അർത്ഥം നാം ഇവിടെ നിന്ന് ഗ്രഹിക്കേണ്ടതാണ്. On behalf of you and also of the people of Laodicea, extended to all who have not personally seen me, എന്നെ ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരോടും എനിക്ക് പറയുവാനുള്ള, I wanted to tell all the people, those who know me and the people those who have never known me by seeing me. ഞാനുമായിട്ട് ഇതുവരെ വ്യക്തിപരമായ ഒരു പരിചയവും ഇല്ലാത്ത ആളുകളോടും എനിക്ക് പറയുവാനുള്ളത് ഇതാണ് എന്ന് പറഞ്ഞിട്ട് Paul is telling, അത് പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, that you should know Christ. ക്രിസ്തുവിനെ അറിയുന്നതിന് അപ്പുറത്ത് മറ്റൊന്നും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളെ ഇതുവരെ കണ്ടിട്ടില്ല. അത് താഴെയുള്ള ഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങളും ഞാനുമായിട്ടൊരു മുഖപരിചയം പോലും ഉണ്ടായിട്ടില്ലെങ്കിലും I have one desire, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നിങ്ങൾ എന്നെ അറിയുന്നതല്ല, യേശുവിനെ കുറിച്ച് അറിയുന്നതുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം എന്നുള്ളതാണ് ഞാൻ നിങ്ങളിൽ ആഗ്രഹിക്കുന്നത്. വേറെ എല്ലാ അറിവും ഈ സംഗതിയേക്കാൾ താണതും അത് വാസ്തവത്തിൽ അതിന്റെ ലെവലിൽ നാം മനസ്സിലാക്കിയാൽ നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുമല്ല. It is not compulsory that we should have any of the other things. That all things you can have, but my ambition is that you should know Christ. എന്താ കാരണമെന്ന് രണ്ടാം വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. Verse 2, it is saying that their hearts may be encouraged. Number 1, why should we know Christ? ബാക്കി ആരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞാലും വേറെ ഏതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാലും, if you are knowing even about Christ എന്ന് പറയുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ, there are many things that are related to knowing about Christ. പക്ഷെ എന്റെ ആഗ്രഹം, my desire, Paul says to the Colossian Christians, that it's not that you know about Christ even, but you should know Christ. That means he really had a concern for letting Christ to be known rather than anything else. ഞാൻ നിങ്ങളെ കണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, എന്നെ നിങ്ങൾക്ക് എത്ര അറിയാമെന്നുള്ള പ്രശ്നമല്ല, യേശുവിനെ കുറിച്ച് എന്തെല്ലാം അറിവ് നിങ്ങൾക്കുണ്ടെന്നുള്ളതല്ല പ്രശ്നം. I wanted you to know Christ. ക്രിസ്തുവിനെ അറിയുന്നതും ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതും രണ്ടും രണ്ടാണ് എന്ന് ഗ്രഹിക്കാൻ നമുക്കിവിടെ സാധിക്കും. അവിടെയാണ് ഈ തിരുവചനത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. That is why he said that whatever we do, നമ്മൾ എന്തെല്ലാം ചെയ്താലും, that their hearts may be encouraged, having been knit together in love and attaining to all the wealth that comes from the full assurance of understanding. ഇതെല്ലാം resulting in a true knowledge of God's mystery. ഇത് ദൈവത്തിന്റെ മിസ്റ്ററി, മർമ്മം നിങ്ങൾ ഗ്രഹിക്കണം. ആ മർമ്മം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, it is Christ. The mystery of God is Christ. We need to know this reality. നമുക്ക് ഒത്തിരി നല്ല വാഗ്ദോരണികളും വാക്കുകളും ഒക്കെ കേൾക്കാം. We can listen a lot of things about Christ. There are some people who can talk about Christ in a very nice way, with beautiful language and also with good deeper thinking, but until and unless we know Christ, there is of no use. അത് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക. കർത്താവിനേക്കാൾ കൂടുതൽ മറ്റാരെയും അറിയുവാൻ പൗലോസ് എന്ന ഈ വിശിഷ്ടനായ വ്യക്തി ഒരിക്കലും ആഗ്രഹിച്ചില്ല. He was actually the person who has written most of the epistles from the New Testament. And as we know that such a person who is with
full of knowledge and understanding and wisdom. He knew how to present Jesus Christ. But even after that, he says that my idea is not that how I have presented everything, but rather my only desire is that anyone who is reading my epistle should know who is Christ and know him. ഇവിടെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞും അത് ഉച്ചയോടുള്ള അടുത്തും നാം ആയിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാക്കി ആരെ അറിയുന്നതിനേക്കാളിലും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത്. നമുക്ക് ഒത്തിരി പേരെ അറിയാൻ സാധിക്കും. നല്ല പ്രസംഗകരെ, നല്ല അധ്യാപകരെ, യേശുവിനെ കുറിച്ച് നന്നായി പഠിപ്പിക്കുന്നവരെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നവരെ ഒക്കെ നമുക്ക് അറിയുന്നത് നല്ല കാര്യമായിരിക്കാം. പക്ഷേ അവരെ അറിയുന്നതും ക്രിസ്തുവിനെ അറിയുന്നതും രണ്ടാണ്. അവരെ അറിയുന്നതിനേക്കാൾ പൗലോസ് പറഞ്ഞു, ഞാൻ എന്തെല്ലാം ഉണ്ടായിരുന്നാലും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയണം. കാരണം ക്രിസ്തു ദൈവത്തിന്റെ മർമ്മം. We all have certain things we have never understood what is in God. If you want to understand that, you need to know Christ. ആ ക്രിസ്തുവിനെ അറിയാത്ത കാലത്തോളം ദൈവത്തിന്റെ മർമ്മം എന്താണെന്ന് നമുക്ക് അറിയുവാൻ സാധ്യമല്ല. So their hearts will be encouraged by knowing Christ and having been knit together in love, attaining all the wealth that comes from the full assurance of understanding. It all should result in a true knowledge of God's mystery. ദൈവത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നത് പോലെ, അത് ഈ ലോകത്തിൽ നാം കണ്ടിട്ടുള്ളത് പോലെ പലർ അനുഭവിച്ചു എന്ന് പറയുന്ന ഭയങ്കര മർമ്മമായിരുന്നൊക്കെ പറയുമ്പോൾ യേശുക്രിസ്തു എന്ന മർമ്മത്തെക്കാൾ വലിയൊരു മർമ്മം ഇനി ആർക്കും വെളിപ്പെടാനില്ല. പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്യഭാഷയൊക്കെ പറഞ്ഞ് പ്രവാചക ശബ്ദങ്ങൾ ചെറുതോട് പറയുമ്പോൾ എന്തൊരു മാർമിക ദൂതായിരുന്നൊക്കെ പറയും. ബട്ട് ആ മാർമിക ദൂത് മുഴുവനും യേശു ക്രിസ്തു എന്ന മർമ്മത്തിനകത്ത് ഒതുങ്ങുന്നില്ലെങ്കിൽ ആ ദൂത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ക്രിസ്തു എന്ന മർമ്മമാണ് ഏറ്റവും വലുത്. So the greatest mystery of God is nothing but Christ. Some people think that knowing about Christ is a big thing. നല്ല കാര്യം, to our knowledge it is a great thing knowing about Christ. But what is actually knowing Christ? ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? How many of you are, each one of us, നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ആർക്കൊക്കെ ആയിരുന്നാലും നമ്മളോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമുണ്ട്. How many of us will say that I know Jesus? I know Christ. We all know about Christ through various means. But the most important thing is knowing Christ. Not that knowing about Christ, just knowing who he is that we can have. And not only us, a Hindu can have. A Buddhist can have that. The people, those who have never had Jesus as the mystery in their life, they also know. Some people will know more than us. നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ മിക്കവർക്കും ഒരു നല്ല പെർസെന്റ് ആളുകൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്ന ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ സാധിക്കും. പലരും യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആ കാര്യങ്ങളെക്കാൾ അത് കൂടുതൽ നമുക്കെന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പറയാൻ കഴിയണം, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് പലർക്കും എന്നേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കാം. There will be a lot of people more than me who knows about Christ, but I have a big testimony in the presence of God that I know my Christ. That is a speciality that we need to understand at this time. To knowing Christ and knowing about Christ. Please, don't misunderstand me. As we have heard many of the times, today and yesterday, many of our Pentecostal people, they know a lot about Christ. But very seldom the people know Christ in its reality. The topic that we are discussing is not an easy one, but this is something that should be part of our life, so that the transforming will be making ourselves closer not to Christ about knowing him, but rather to be becoming like him, so that the pattern will be also in us.
വേറൊരാൾ നോക്കിയാൽ ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റുവാൻ കഴിയുന്ന ആ ലെവലിലേക്ക് നാം ഉയരുവാൻ ഇടയായി തീരണം. അതായിരിക്കട്ടെ ഈ പ്രത്യേക നമ്മുടെ ഈ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ പ്രയോജനമായി ഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടത്. Just knowing what he has done. യേശു ചെയ്ത ഒത്തിരി കാര്യം നമുക്ക് പറയാൻ സാധിക്കും. അക്കമിട്ട് എണ്ണി പറയുവാൻ കഴിയുന്ന അനേകർ കണ്ടെന്ന് വന്നേക്കാം. But knowing the person of Jesus Christ is much more than what you teach in our Sunday schools or in our youth meetings or in our adults meeting. It is more than any of these things. Knowing Christ. This is something very important. And when I read the Gospel of Matthew chapter 1 verse 24 and 25, if any of you can read that, either in Malayalam or in English, Matthew chapter 1 verse 24-25, it is in relation to the birth of Jesus Christ and also in relation to Joseph and Mary. Somebody can read that, verse 24 and 25. Then Joseph, being raised from sleep, did as an angel of the Lord had bidden him, and took unto him his wife, and knew her not till she had brought forth a firstborn son. I explained to you the background as well as the context in which this verse is there, but I just wanted to take that passage. യോസഫ് ഉറക്കമുണർന്നു കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. That is something related to Joseph and Mary. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചു കേട്ടു. He knew her not. That's a meaning that is in relation to the husband and wife there, but it goes beyond that. Mary knew about Joseph before this incident, but it says that Joseph did not know Mary. It is not simply limited to the actions of husband and wife relationship, but rather think of these people, husband and wife. Joseph had heard about Mary and Mary had heard about Joseph. They have some kind of an understanding. Today also we see that this kind of understanding is there. For a young boy or a young girl, they wanted to date and to get married and so on. They know many things about them. And finally they come to a day of marriage. And they will have that solemn vow. And they are going to be wedded together. You ask that boy or girl, do you know everything about this man? Do you know about everything about this girl? They may say a lot of things, but after 1 year, 2 year, 3 year, they will say, I never knew that he is like that. I did not know that she is like this. So knowing a person is more different than knowing about a person. You ask 101 questions. Though we did not have that kind of a situation in India in our earlier days, but today the opportunities are open in such a way that you can ask everything. What is your interest? What is your game that you like? What is the kind of the things that you are reading? All such questions are there, and they will be writing answer for 101. Some people ask 101 questions to the would be going to be wife or the fiancés, and they will say all the things. But after 1 year, within the 12 months, they will start saying, I did not know that you are such kind of a person. Simply having some understanding about a person doesn't mean that knowing. Knowing about the person's interest and the kinds of games they like, the time they like to spend, all those things are there, but it is much more deeper to say about knowing a person. This is what Paul going a further step and saying that I have a lot of things to talk about Jesus Christ to you, but I am saying that is not what I want you to end up with. നിങ്ങൾ അവിടെ കൊണ്ടല്ല അതിന്റെ പേരുന്നത്. നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന അറിവുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും തൃപ്തരാകരുത്. You go a step further and know your Jesus by yourself. നിങ്ങൾ തന്നെ നിങ്ങളുടെ കർത്താവിനെ അറിയണം. You need to know in that level, and this is something that we can really know from this
relationship with our Lord Jesus Christ. It was in 1964, March 14, I accepted Jesus Christ. And I thought that I know many things about Jesus. But as the years went by, and standing today after so many years of my life, more than, almost half of a century, today I come to the realizations that I have not yet known my Christ enough. I have seen, I have heard, I have done a lot of exercises, but even today I am in the classroom of Jesus Christ to learn something much more so that I can get myself conformed to His image. അവന്റെ സ്വഭാവത്തോടും അവന്റെ പ്രകൃതിയോടും അനുരൂപമായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ചില രംഗങ്ങൾ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്നതായ ആ കാഴ്ചപ്പാടുകൾക്കും ആ ദർശനങ്ങൾക്കും ആ മാസങ്ങൾക്കും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന ദിവസങ്ങളാണ്. I wanted to know Him the way that He wants me to know Him. അതുകൊണ്ട് നമ്മുടെ കൈകൾ കൊട്ടുന്നതും പാടുന്നതും പ്രാർത്ഥിക്കുന്നതും സ്തോത്രകാഴ്ച കൊടുക്കുന്നതും എല്ലാം നല്ല കാര്യമായിരിക്കാം. എന്നാൽ അതിനപ്പുറത്ത് കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്ന് പറയുന്ന ലെവലിൽ ഇതുവരെ നാം എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് അവനെ അറിയണം എന്നുള്ളത് തന്നെയാണ്. കർത്താവിനെ അറിയുവാൻ അത് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. Praise the Lord. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് this is a step by step knowledge. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ അനുഭവങ്ങളിലൂടെ നമ്മുടെ കർത്താവ് ആരാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. നമുക്ക് ചിലരെ കുറിച്ചൊക്കെ ചില ധാരണയുണ്ട്, പക്ഷേ അടുത്ത് ഇടപെട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ പല കാര്യങ്ങൾ കഴിയുന്നത്. ഞാൻ അത് ചിന്തിച്ചതിനേക്കാൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്, അല്ലെങ്കിൽ എത്രയോ നല്ല ദൈവദാസിയാണ് എന്നറിയാൻ കഴിയുന്നത് അത് നമ്മുടെ ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണെങ്കിൽ ഇതിനൊരു മറുവശം കൂടി ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പറയട്ടെ, അത് നാം കർത്താവിനെ അടുത്തറിയും തോറും നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണെന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നു. അങ്ങനെയുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് അത് സ്തുതിച്ചാട്ടെ. My God is so great and He is the best. And I can go on comparing many of the people, those who claim to be gods. But I know that each of the time that we confront the situations, we come to the realization that He is not the one who is to be qualified as God, but there is anyone to be qualified as God. That is no one but my Jesus Christ, who is the only one to be qualified as God. അത് ദൈവസന്നിധിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മളൊരാളെ എങ്ങനെയാണ് അറിയുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും കൂടെ നാം കടന്നു പോകുമ്പോൾ അറിയുന്നത്. How do we know Jesus Christ? Same way, in the sorrows we have gone through with Him, in happiness we have time to go through with Him, step by step, staying together with the Lord Jesus Christ. Each time we know the person a little bit more. ഓരോ പ്രാവശ്യം കഴിയുമ്പോഴാണ് ഇതുവരെ ഇല്ലാത്ത ചില അറിവുകൾ നമുക്കുണ്ടാകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ചിലരെ കുറിച്ചുണ്ടായിരുന്ന നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ എന്തായിരുന്നു, പക്ഷെ അടുത്തറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഇംപ്രൂവ് ചെയ്തെങ്കിൽ പ്രൈസ് ദി ലോർഡ്. So each step by step we should start appreciating the things that has been taught us through the relationship. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിലും ഇതാണ് കറക്റ്റ്. നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ നടുക്കെത്തുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാവരും കൈവിട്ടെന്ന്, നമ്മളെല്ലാവരും ഉപേക്ഷിച്ചെന്ന്, നമ്മുടെ കൂടെ ആരും ഇല്ലെന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷെ ഞാനൊരു കാര്യം ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ തന്ന പ്രേരണയിൽ നിങ്ങളോട് പറയട്ടെ, ആ സമയമാണ് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും നല്ല സമയം. കാര്യം ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന കർത്താവാണ്. So that knowledge will really make us to conform to the image of Christ. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. This is what Paul really wanted for us to know. നമുക്ക് അത് അറിയണമെന്ന് പൗലോസ് ആഗ്രഹിച്ചത് അത് തന്നെയാണ്. 1-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങൾ, Book of Colossians chapter 1 verse 24 to 27. Just listen that. I can read that for you. 1:24 to 27. Now I rejoice in my sufferings for your sake, and in my flesh I do my share on behalf of His body, which is the church, in filling up what is lacking in Christ's afflictions,
of this church, I was made a minister according to the stewardship from God bestowed on me for your benefit, so that I might fully carry out the preaching of the word of God. That is the mystery. Listen that, the mystery which has been hidden from the past ages and generations, but has now been manifested to his saints, to whom God will to make known what is the riches of the glory of this mystery among the Gentiles, which is Christ in you, the hope of glory. What is the mystery? The mystery is nothing but Christ in you, the hope of glory. ചിലപ്പോൾ ഒറ്റയടിക്ക് ആദ്യത്തെയൊക്കെ അതായത് നമ്മുടെ വീക്ഷണത്തിൽ തോന്നിയേക്കും, ഓ ദാറ്റ് പേഴ്സൺ ഈസ് എ വെരി സ്പിരിച്വൽ മാൻ, ക്രൈസ്റ്റ് ഈസ് ദേർ, വളരെ ശാന്തനാണ്, അത് വളരെ നല്ല രീതിയിൽ അത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു, ക്രൈസ്റ്റ് ഈസ് ഇൻ ഹിം. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്ര അനുഗ്രഹം. When somebody can understand that this Christ is in him. അതാ കർത്താവ് ആഗ്രഹിച്ചത്. That is what God is saying. That the mystery of Christ is in us. He is the hope of glory. പക്ഷേ അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ ധാരണമാണ് നമ്മുടെ ജീവിതം. Let Christ be in us. Situations may differ, and the things that we see and hear may differ, but let the Christ who is in you should not go away out of you. Let that Christ be there. That is what Christ wanted us to know in our life. Today, many Christians think that, they know Christ. And as it has been mentioned earlier also, many of the Pentecostal people think that they know Christ. And their knowledge is only knowing about Christ. Not even come to the level of knowing Christ. Knowing about a person and knowing that person is too different. I already explained. Someone else preaching or reading the books or from the friends or through the computer or YouTube and everything, you can know about this Christ, a lot of things. And today the media is such that you get all kinds of knowledge. Those knowledge is very good. But the knowledge that you are getting at the feet of Jesus Christ while you are sitting and he talks to you and you talk to him is totally different than what you are hearing from the medias. So are we really reflecting Jesus through our life? Paul only had one desire. And that desire was nothing but, as we have already, that God's mystery, Jesus Christ, is in us. Let that be our, motto. And due to the lack of time, let me go a little more faster. Knowing about Christ is not at all, the desire of Paul here. His desire is we should know Christ and let that Christ be in us. There is a difference between learning facts about Christ and learning Christ. I have no time to go through. You can just later read Ephesians 4:17 to 19. What is the essence of knowing Christ? I think within 5 to 10 minutes I have to close everything. We know some people living in our next door, our neighbor. You may say a lot of things about that neighbor, but do we really know him? Do we really know that family? What are the special abilities, talents that person is having? He is an expert in some areas where all the world know, but you are only a neighbor. You simply say that the one who is living next to my door is so and so. Do we know more than that? Is Jesus Christ our just the neighbor to bring everything close to us? Somebody who is just helping us, or sometimes we have a very good neighbor. I have to confess that. Some of you know the personage, Mr. Canyon. When we come back from certain places, all the snow is removed, all the grass is cut.
When we come, He has done a lot of things which He have never anticipated that anybody will do. We may know a lot of things about Him, but still, we do not know Him yet. This is the kind of periphery in which we are living today as children of God, gathering in worships. And this is what the Bible is asking us, that Paul wants us to know Christ. Let us forget all these things that are attached with us, so that even if you take all the attachments, if Christ remains in us, that should be the best way that we should go forward. എന്തെല്ലാം വന്നാലും, ഏതെല്ലാം സാഹചര്യങ്ങളുടെ നടുവിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടാലും, എന്തെല്ലാം രീതിയിലുള്ള റെസ്പോൺസസ് ഉണ്ടായാലും, എനിക്കൊരു വലിയ ധൈര്യമുണ്ട്. കർത്താവ് എന്റെ കൂടെയുണ്ട്, കർത്താവിന്റെ അകത്തുണ്ട്, ഞാൻ കർത്താവിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സംഗതി. അതിന്റെ പുറകിലുണ്ടായിരിക്കുന്ന അത് പൊളിച്ചു മാറ്റേണ്ടതൊക്കെ മാറ്റിക്കൊണ്ട് പോക്കോട്ടെ, അതുകൊണ്ടുണ്ടാകുന്നതായിരിക്കുന്ന നഷ്ടങ്ങളൊക്കെ സംഭവിക്കട്ടെ. But if you know that Christ is there in us, in me, that is something very good for us. So we know some people, living our next door, that a lot of things about them, but not exactly what and who they are. How do we know these people? Go to that person. Start the relationship. Only when we relate, we start knowing them. എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതിനെ കുറിച്ച് പറയാം. But did you go to that person? Did you go for a relationship? Did you abide with him for some time? Did you make transactions of your life with that person? Until and unless. This is very difficult. As pastors, we have the very difficult times. Sometimes, understanding about a person is a very, very difficult thing. Only when we understand, either we will start appreciating so much, or getting so much closer, simply because we did not find that much yet. Now when we started understanding, we make a real relationship. This is something that is expected of us as children of God. Then we can have a steadfast, steady growing together. In order to have a good relationship with the Lord, one of the things that we all should have is nothing but prayer. And then we have to have the discipline and the Holy Spirit in us. Today, many think that the primary job of the Holy Spirit is giving some good messages about what will happen to the people, those who are in the home, how they will get married, what kind of job they will get. And I have seen some people, every time they simply wanted to run to the people, those who are known as prophets, and they think that every time they can give something to them. But I simply wanted to say that it's a good thing to go and pray. It is an ideal thing to ask them to pray for you. But the best thing that we can do is that we can go closer to the Lord Jesus Christ, so that He can come closer to us, so that He can do the things for us far better than anybody else. Until and unless we realize that, we will keep on doing this. But the best thing is, go to Him and He will do it for us. Once we are His children, His job is nothing but the Holy Spirit is always going to do something every time we meet Him. The practical way that how we can do this. Think we are in the Department of Canada, and suppose we are in the police department, and in the police department also various kind of jobs are there. But think in this way, that your job is finding out the identity of the counterfeit currency or the bills. What is our usual way of looking at it? And what will be our focus? The focus of our training should be and must be that we will make a study of the features of the real, accurate currency and not of the counter currency.
കള്ളനോട്ടിന്റെ കള്ള ഡോളറിന്റെ ഫീച്ചേഴ്സ് പഠിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരിക്കലും അത് ചെയ്യത്തില്ല. അവര് നല്ല കാര്യം ചെയ്യുകയാണെങ്കിൽ ആദ്യം നല്ല നോട്ടിന്റെ ഫീച്ചേഴ്സ് പഠിക്കുക എന്നതാണ്. Somehow today we see the trend that we learn a lot of things from the counterfeits, by which we will never be successful. And if we study it very clearly, only if we know the real and the original, you will immediately find out the false bills very soon. നല്ലതെന്താണെന്ന് അറിയാൻ വയ്യാങ്കിൽ എങ്ങനെയാ തെറ്റിന്റെ കള്ളനോട്ടിന്റെ അതേ സംഗതി നമ്മൾ പിടിക്കാൻ പറ്റുന്നത്? നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെ. പക്ഷെ നിനക്ക് നല്ലത് അറിയാമെങ്കിൽ മാത്രമേ ഇത് കള്ളനോട്ടാന്ന് പറയാൻ ഒക്കത്തുള്ളൂ. അത് നല്ലത് ശരിക്കും ഉണ്ടായിട്ട് വേണ്ടേ? അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, let Christ be in you. All the other are not real Christ. All the other spirit are not real spirit. That which is of the word of God and that is in Christ is the only current and nice bills. Until and unless we know this, we will be bewildered, we will be confused, and we will make unwanted decisions. And it says that only if we know the real and the original one, we will immediately find the false bills. So instead of, we keep on studying the false bills, the result can be assumed, we need to do the study of the good bills. Daily we should know Christ personally. Only then we can know who or what is not of Christ. ക്രിസ്തുവിൻ്റേത് ഏതാണെന്ന് അറിയണമെങ്കിൽ ക്രിസ്തു ആരാണെന്നോ അവനുള്ള എന്താണെന്ന് അറിയണം. ഇന്നാരും ഇത് കണ്ടു, അതിന്റെ ബേസിസിൽ ഒരു ജഡ്ജ്മെന്റ് നടത്തരുത്. പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, let Christ be. There were so many people during those days. അതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ സ്റ്റഡിയിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. It will, never finish. So within 2 minutes I have to finish. So let me say this. Let Christ be the one who is urging you to be like him and nothing else. Daily we need to discern this. Discernment is the byproduct of knowing Christ. യേശുവിനെ അറിഞ്ഞവർ മാത്രമേ ഇങ്ങനെ പരിശോധിക്കത്തുള്ളൂ. അല്ലാത്തവർക്ക് വേറെ ഒത്തിരി കാര്യം പരിശോധിക്കാനും ഒത്തിരി കാര്യം ചെയ്യാനും ഒത്തിരി കാര്യം പ്ലാൻ ചെയ്യാനും. But if you have Christ, we will surely go in that pattern. This is why Jesus said, blessed are the pure in heart, they shall see God. Blessed are the pure in heart. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ. കുരുക്കന്മാരും കുറുക്കന്മാരും ദൈവത്തെ കാണുമെന്ന് വാക്യമില്ല. ഇത് അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ. It's only those who are pure in heart. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ സ്വഭാവത്തോടും മനസ്സോടും ചേർന്നതായിരിക്കണം. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായം 2 മുതൽ അത് 4 വരെയുള്ള വാക്യങ്ങൾ പിന്നെ നിങ്ങൾ വായിച്ചു നോക്കുക. Knowing him is the purpose, the foundation or the focus. It is on this foundation all else is built, not according to Christ, not on Christ, but it is according to their own plans. So അതുകൊണ്ടാണ് Paul is so much. Book of Colossians is really knowing Christ. I simply only touch the beginning of those things. So by nature we have no truth in us. We are filled with errors and wrongs. For us to have Christ in us, we must unlearn those wrongs and errors. In order to avoid bad smell, often when you go to a house, if there is some smell, we immediately go and take a spray and spray that good, deodorant. If the person stays there only 10 minutes, you are in the safe land. But if he goes only after half an hour, he will start smelling the bad odor that was already there. Don't think that with the deodorant you can change yourself. You cannot change the bad smell. You can change it only by removing the bad.
and placing Christ in us. May the dear Lord help us that we be people, those who are having Christ in us. Not that we are knowing about Christ, not that we know a lot of things about theology, not that we know all the details of the Bible. The most important thing, know Christ. And this is what God wants us to do. Let us pray. Praise the Lord.